ഈ വീഡിയോയിൽ കുറേ കീ ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ അമേരിക്കയിൽ പീറ്റർ നെവേരോ പുള്ളിയാണ് ഇപ്പം ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് പുള്ളിയുടെ പെരുമാറ്റം. അതായത് പല രീതിയിലുള്ള പ്രഷർ ഇന്ത്യക്ക് മേളിൽ അപ്ലൈ ചെയ്യാണ്. ഡെയിലി ഡയലോഗാണ്. അതായത് ഇന്ത്യക്കെതിരെയുള്ള നിരന്തരമായിട്ടുള്ള ഡയലോഗുകൾ. അതായത് ശരിക്കും നെഞ്ചത്തടിച്ച് കരയാണ്. കാരണം ഇന്ത്യയുടെ ട്രംപിൻ്റെ താരിഫിനെതിരെയുള്ള നിഷേധാത്മകമായിട്ടുള്ള നിലപാട് അതാണ് ഇപ്പം അമേരിക്കയെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം പ്രധാനപ്പെട്ട ചർച്ച. അപ്പോൾ അതുകൊണ്ട് 25 തരാം, പിന്നെ 30 തരാം, 20 തരാം, 18 തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേലം വിളിക്കുന്ന പോലെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഡെമോക്രാറ്റിക് പാർട്ടി, ഓപ്പോസിറ്റ് പാർട്ടി ലീഡേഴ്സ് ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് ഇന്ത്യക്ക് മാത്രം താരിഫ്, ഇതിൻ്റെ വ്യക്തമായ റീസൺ തരണം എന്നാണ് അമേരിക്കയുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരുന്നത്. നമ്മളിപ്പോൾ നമ്മൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് പോവാം. അതായത് ഉക്രൈൻ അതിശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് റഷ്യയ്ക്കുള്ളിൽ നടത്തിയത്. 4 സ്ഥലങ്ങളിലുള്ള ഓയിൽ ഫീൽഡുകളാണ് അറ്റാക്ക് ചെയ്തത്. ഇത് മാസീവായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ്. കാരണം ലോങ് റേഞ്ച് മിസൈൽ ഉപയോഗിക്കേണ്ട എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കാണ്ട് ഉക്രൈൻ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ, ഉക്രൈൻ ചെയ്യുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ നേരെ ചൊവ്വയുള്ള ആക്രമണങ്ങളാണ്. അങ്ങനെയാണ് പൊതുവിൽ വെസ്റ്റേൺ കൺട്രീസും അതുപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് കരുതുന്നത്. നേരെ മറിച്ച് റഷ്യ തിരിച്ചടിക്കുമ്പോൾ അത് ഡിക്റ്റേറ്റർ, അതായത് ഒരു സർവാധികാരി നടത്തുന്ന ഒരു ആക്രമണം എന്നുള്ള നിലയിൽ ഈക്വലി തീവ്രവാദത്തിന് ഈക്വലായിട്ടുള്ള ഒരു ആക്രമണമായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. അതിപ്പം 2 സൈഡിലും ആക്രമണങ്ങൾ തന്നെയാണ്, 2 സൈഡിലും ലൈഫ് ലോസ് ഉണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ഏത് പോയിന്റിലാണ് തുടങ്ങുന്നത് എന്നുള്ളത് അതുകൊണ്ട് മറ്റാരും അറിയുന്നില്ലെങ്കിലും നാറ്റോയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം യുദ്ധം എന്തിനാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉക്രൈൻ തകൃതിയായിട്ടുള്ള ആക്രമണം റഷ്യക്കുള്ളിൽ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും റഷ്യ രണ്ടും കൽപ്പിച്ച് തിരിച്ചടി എന്ന് പറഞ്ഞാൽ വമ്പൻ ആക്രമണം. റഷ്യ ഇത്തവണ വിചാരിച്ച് മാസീവായിട്ടുള്ള ഒരു 4 സ്പോട്ടുകൾ അങ്ങ് തകർത്തിരിക്കുകയാണ്. ആ തകർക്കുന്ന സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും 4 രാജ്യങ്ങളെയും കൂടി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ഒന്ന് ഉക്രൈൻ്റെ ഉള്ളിൽ ഈ ജർമ്മനിയിൽ നിന്നും പോളണ്ടിൽ നിന്നൊക്കെ ഡ്രോൺ സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ആ ഡ്രോൺ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോറേജ് ഫെസിലിറ്റി അടിച്ചിരിക്കുകയാണ്. ഇത് തുടരെ ഈ ജർമ്മനിയും പോളണ്ടും സപ്ലൈ ചെയ്യുന്ന ഡ്രോണുകൾ കൃത്യമായി റഷ്യ അറിയുന്നുണ്ട് ഈ സ്പോട്ടുകൾ എന്നുള്ളത് സെലൻസ്കിയെ തന്നെ അമ്പരപ്പിക്കുന്നു. കാരണം ഇതെങ്ങനെ ഇവർ കണ്ടെത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ജർമ്മനിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ പോളണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഷിപ്മെന്റ് കടന്നു വരുന്ന സമയത്ത് ഇതിനെ ട്രാക്ക് ചെയ്ത് ചോർത്തി കൊടുക്കാൻ റഷ്യൻ സ്പൈകൾ ഉണ്ടോ എന്ന് ഉക്രൈൻ സംശയിക്കുന്നുണ്ട്, എസ്പെഷ്യലി ജർമ്മനിയെയും പോളണ്ടിനെയും. പിന്നെ ഹംഗറിയുമായിട്ടുള്ള പ്രശ്നം കുറച്ചുകൂടെ രൂക്ഷമാകുകയാണ് ഉക്രൈൻ്റെ ഭാഗത്തേക്ക്. ഹംഗറി പറഞ്ഞിരിക്കുന്നത് ഇനി ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, ഗാർഡുകൾ ഇവരൊന്നും തന്നെ ഹംഗറിക്കുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ഇപ്പം ഹംഗറി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഉക്രൈൻ്റെ ഉള്ളിൽ ബൈറാക്ടർ എന്ന് പറഞ്ഞ തുർക്കിയുടെ ഡ്രോൺ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് റഷ്യ അടിച്ചു പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ്. രണ്ടാമത് UK-യുടെ ഫോറിൻ മിനിസ്റ്റേഴ്സ് വന്ന് താമസിക്കുന്ന ആ ഒരു താമസ സ്ഥലം, അതായത് ഈ ഒരു ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ്, അത് അടിച്ച് തകർത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, ഇനി എന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഉക്രൈൻ ബ്ലൈൻഡ്ലി 18 കാഷ്വാലിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആരൊക്കെ കൊല്ലപ്പെട്ടു, ആരുടെയൊക്കെ ഫോട്ടോ, പിക്ചർ, ഇതൊന്നും തന്നെ പുറത്ത് പറഞ്ഞിട്ടില്ല. ഉക്രൈൻ പണ്ട് തൊട്ടേ ഈ ഒരു പിക്ചർ സഹിതമുള്ള ഡീറ്റെയിലിംഗ് പുറത്ത് വിടാറില്ല. അതായത് ഈ മരിച്ച ആൾക്കാരുടെ പിക്ചറോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസോ എക്സാക്ട് ലൊക്കേഷനോ ഇതൊന്നും തന്നെ പുറത്ത് പറയാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുപോലെ UK-യുമായിട്ട് ബന്ധപ്പെട്ട ആ ബിൽഡിംഗ് അറ്റാക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അവിടെ യൂറോപ്യൻ ലീഡേഴ്സ് താമസിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ആണ് അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അതിനകത്ത് UK-ക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട്, തുർക്കിക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട്, ജർമ്മനിക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട്. അപ്പം UK-യിലുള്ള റഷ്യൻ അംബാസിഡറിനെ വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുകയാണ് ഈ ആക്രമണത്തിന് വേണ്ടിയിട്ട്. യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ ആക്രമണം നടത്തുമ്പോഴത്തേക്കും ഇതിന് അംബാസിഡറെ വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? UK ജസ്റ്റ് ഒരു ഫോർമാലിറ്റിയാണ്. അവരിനിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഉക്രൈൻ്റെ ഉള്ളിലാണ് ആക്രമണം നടത്തുന്നത്, UK-ക്കുള്ളിലല്ല. ഈ ഒറ്റ വാക്കിൽ ഉത്തരം പറയാനേ ഉള്ളൂ. ഉക്രൈനിൽ നടന്ന ആക്രമണത്തിന് ഇപ്പോൾ ഉക്രൈനിൽ നടന്ന ആക്രമണത്തിന് UK-യിലുള്ള റഷ്യൻ അംബാസിഡറെ വിളിച്ച് ഇപ്പോൾ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇപ്പം UK-യുടെ ഒരു അംബാസിഡർ, ഇപ്പം UK-യുടെ ഫോറിൻ മിനിസ്റ്റേഴ്സ് താമസിക്കുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റി ഉറപ്പ് വരുത്തേണ്ടത് ഉക്രൈൻ്റെ ചുമതലയാണ്. ഇതൊക്കെ ജസ്റ്റ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് UK നടത്തുന്ന ചില പ്രഹസനങ്ങളാണ്. അതേപോലെ യൂറോപ്യൻ കമ്മീഷണർ ഉർസുല വാൻ ഡർ ലെയൻ അവർ ശക്തമായി ഇതിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
യൂറോപ്യൻ ഫോറിൻ സെക്രട്ടറി കാജ കല്ലാസ് അവരും ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. റഷ്യയുടെ ഈ നിലപാട് ശരിയല്ല, സമാധാനത്തിന്റെ പോക്കല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. അതായത് ഇവർ സമാധാന പ്രേമികളല്ല എന്ന് വരുത്തി തീർക്കുകയാണ്. പക്ഷേ ഉക്രൈൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തപ്പം ഇവരാരും മിണ്ടിയില്ല. അതും കൂടി നമ്മൾ ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ ഇറ്റലിയിൽ നിന്നും പിടികൂടിയ ഉക്രൈൻ സ്പൈ, ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു പൈപ്പ് ലൈൻ ഉണ്ടല്ലോ, ഈ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ മാപ്പിൽ കാണിക്കാം. ആ നോർഡ് സ്ട്രീം എന്ന് പറഞ്ഞ പൈപ്പ് ലൈൻ ഈ റഷ്യയുടെ ഈ ഭാഗത്തു നിന്നാണ്, ഈ സ്കാൻഡിനേവിയൻ ഭാഗത്തൂടെ കിടക്കുന്ന ഒരു ഗ്യാസ് പൈപ്പ് ലൈനാണ് ഈ നോർഡ് സ്ട്രീം എന്ന് പറയുന്നത്. ഈ നോർഡ് സ്ട്രീം പൈപ്പിൽ ഉണ്ടാക്കിയ ഡാമേജ് ഇത് ഉക്രൈൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് തെളിയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ റഷ്യയോട് ചോദിച്ചപ്പോഴത്തേക്കും റഷ്യൻ റെപ്രസെൻറ്റേറ്റീവിനെ ജർമ്മനി ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് റഷ്യ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിൽ ഇതുവരെ സോഫാർ. അപ്പം റഷ്യ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എനിക്ക് കൂടുതൽ തെളിവുകൾ, അതായത് ലീഡ് വേണം, ആരാണ് ഇയാളെ അപ്പോയിന്റ് ചെയ്തത്, അതാണ് പുറത്തു വരേണ്ടത്. ആ ഒരു കൺക്ലൂഷനിലേക്കാണ് എത്തേണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു അന്വേഷണം എത്തിച്ചേരുന്നത് ഉക്രൈനിലായിരിക്കും. അപ്പോൾ യൂറോപ്പ് ഈ ഉക്രൈനിലേക്ക് ലീഡ് ചെയ്യുന്ന ഈ ഒരു വിഷയത്തെ അട്ടിമറിക്കുമോ എന്നുള്ളതാണ് റഷ്യ ഇപ്പോൾ നോക്കി കാണുന്നത്. തീർച്ചയായിട്ടും ഒരു 90% അത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ യൂറോപ്യൻ ലീഡേഴ്സ്, ജർമ്മനിയിലെ മെർസ് ഫ്രെഡറിക്, അതുപോലെ ഉർസുല വാണ്ടർലൈൻ, അങ്ങനെ പ്രധാനപ്പെട്ട യൂറോപ്യൻ യൂണിയൻ്റെ ലീഡേഴ്സൊക്കെ ഇപ്പോൾ നേരെ മോൾഡോവയിൽ എത്തിയിരിക്കുകയാണ്. മോൾഡോവയുടെ സ്വാതന്ത്ര്യം, മോൾഡോവയെ യൂറോപ്യൻ യൂണിയനിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ ചേർക്കും, അത് ചേർത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. ഉക്രൈൻ്റെ ഉള്ളിൽ നിന്നും ഒരു ക്ലെയിം, ആ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് സീയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന റഷ്യൻ വാർഷിപ്പിൻ്റെ മേളിൽ, ഒരു സ്ട്രൈക്കർ ഷിപ്പാണിത്, ആ ഷിപ്പിൻ്റെ മേളിൽ, ആ ഫ്ലീറ്റിൻ്റെ മേളിൽ ഒരു ആക്രമണം നടത്തിയതായിട്ട് ഉക്രൈൻ പറയുന്നുണ്ട്. പക്ഷേ റഷ്യ പറഞ്ഞിരിക്കുന്നത് അത് അത്ര വലിയ ആക്രമണമല്ല, അത് തുടരെ പലപ്പോഴും നടക്കുന്നത് തന്നെയാണ്. ഫ്ലീറ്റ് റഷ്യയിലേക്ക് എത്തി എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഇമ്മാനുവൽ മാക്രോൺ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല, ഫ്രാൻസ് വരുന്നുണ്ട്. എന്തിനാണ്? അതായത് ഇസ്രായേൽ എപ്പോഴും ഈ ജെറുസലേമിലേക്ക് പല രാജ്യങ്ങളെയും കൊണ്ട് എംബസി ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ പാലസ്തീനിയൻ സ്റ്റേറ്റിന്റെ പേരിൽ ആ ഒരു സ്റ്റേറ്റിനെ അംഗീകരിച്ചുകൊണ്ട് ഫ്രാൻസ് ഞങ്ങളുടെ എംബസി പാലസ്തീൻ്റെ ഉള്ളിലേക്ക് മാറ്റുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം. അതായത് കുറേ നാളുകൊണ്ടേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല. ട്രംപ് ആണെങ്കിൽ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത് ഒരു 2 മുതൽ 3 ആഴ്ചക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണം, നിങ്ങൾ കുറേ ടൈം എടുത്തു. അപ്പം ഇതെന്തായാലും ഏകദേശം ഒരു എൻഡിലെത്തും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് പ്രതീക്ഷിക്കുന്നത് ഒരു 2 to 3 വീക്സിൽ, വിത്തിൻ 1 മന്തിൽ ഗാസയ്ക്കുള്ളിലെ ഒരു നിർണായകമായ തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവാണ്. ഡെയിലി കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാനിവിടെ എല്ലാ ദിവസവും അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം എല്ലാ ദിവസവും കാഷ്വാലിറ്റീസ് ഉണ്ട്. കാരണം അതിതീവ്രമായ നിലയിലുള്ള ആക്രമണങ്ങളാണ് ഗാസയ്ക്കുള്ളിൽ നടക്കുന്നത്. ശരിക്കും ഹമാസ് റിറ്റാലിയേറ്റ് ചെയ്യുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ റിറ്റാലിയേഷൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ്ലി നൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഒന്നുമില്ല, അതാണ് അവസ്ഥ. വീണ്ടും ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കയ്യിലെടുക്കുകയാണ്. അതായത് ആദ്യം ട്രംപിന്റെ മോനൊക്കെ ഗ്രീൻലാൻഡിൽ പോയി നിന്നിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രഖ്യാപനമൊക്കെ കൊടുത്ത് വലിയ ഡെമോൺസ്ട്രേഷനാണ് കാഴ്ചവെച്ചത്. അവർ ട്രംപിന്റെ ഫ്ലൈറ്റ് ഒക്കെ കൊണ്ടുപോയി അവിടെ നിർത്തിയിരുന്നു. ഇലോൺ മസ്ക് ഒക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം വരുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻലാൻഡിലുള്ള ജനങ്ങളെ കൺവിൻസ് ചെയ്ത് അമേരിക്കയോടൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഒരുങ്ങുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ഡെൻമാർക്ക് ഭയങ്കരമായിട്ട് ഇതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, യൂറോപ്യൻ ഡിസഗ്രിമെന്റ് അത് ട്രംപിന്റെ മേളിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന പല നയങ്ങളും യൂറോപ്പിനെതിരാണ്. അപ്പോൾ യൂറോപ്പ് ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക പറയുന്ന പോലെ നിൽക്കുന്ന ടീമല്ല. പിന്നെ നാറ്റോ രാജ്യങ്ങൾ ഇന്ത്യക്ക് സാങ്ഷൻ ഇടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രംപ് സെക്കൻഡറി സാങ്ഷൻസിന് വേണ്ടിയിട്ട് യൂറോപ്പിനെയും നാറ്റോ രാജ്യങ്ങളെയും പ്രഷർ ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സെക്കൻഡറി സാങ്ഷൻസ് ഇടും, പക്ഷേ അത് ചില പ്രത്യേക കമ്പനികളുടെ പേരിൽ. അത് ഏതൊക്കെ കമ്പനികളാണോ സ്പെസിഫിക് ആയിട്ട് റഷ്യയുമായിട്ട് ഡീൽ ചെയ്യുന്നത് ആ കമ്പനികളുടെ മേളിൽ സാങ്ഷൻസ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്, സെക്കൻഡറി സാങ്ഷൻസ്. അതിലുപരിയായിട്ട് രാജ്യങ്ങളുടെ മേളിൽ, പ്രത്യേകിച്ച് ചൈനയ്ക്ക് മുകളിലൊക്കെ സാങ്ഷൻസ് ഇടുന്നത് പോലെ ഇന്ത്യക്ക് മുകളിലോ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് മുകളിലോ സാങ്ഷൻസ് ഇടാനുള്ള സാധ്യത വളരെ കുറവാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അതുപോലെ തന്നെ അതിന് കാരണങ്ങൾ നമ്മൾ ഓൾറെഡി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ശക്തമായ ഇടപെടൽ, ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഫ്രാൻസ് ത്രൂ, ഇറ്റലി ത്രൂ ഒക്കെ നല്ല രീതിയിൽ, അതായത് ഡോമിനേറ്റ് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്, ഇൻക്ലൂഡിങ് ഗ്രീസ്. അപ്പോൾ ഈ രീതിയിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് ബന്ധമുണ്ട്. അതേപോലെ നാറ്റോയിലെ മാനുഫാക്ചറിങ്, ആയുധം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യ ടയർ 2 സപ്ലയറാണ്.
അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്പെയർ പാർട്സുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നിൽക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചൈനയെ വിശ്വസിച്ച് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യയെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മേളിൽ സെക്കൻഡറി സാങ്ഷൻസ് ഒക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള 1 or 2 എണ്ണി പറക്കാനുള്ള രീതിയിലുള്ള കമ്പനികൾക്ക് മാത്രമേ അത് ബാധകമാവുള്ളൂ. എൻറ്റയർ ഇന്ത്യക്ക് ഒരിക്കലും യൂറോപ്പ് സാങ്ഷൻ ഇടില്ല, അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളും സാങ്ഷൻ ഇടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഒരു ഷോർട്ട് ടൈം പ്രഷറിന് വേണ്ടിയിട്ട് ട്രംപ് പ്രഷർ അപ്ലൈ ചെയ്ത് ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നാൽ തന്നെയും അത് അധിക കാലം നിലനിൽക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡമാസ്കസിൽ ഈ ജലാനി, അതായത് അഹമ്മദ് അൽ ഷാര ഒരു സ്പീച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അതിൽ നിന്നും ഒരു 20 കിലോമീറ്റർ നീങ്ങി അറ്റാക്ക് നടക്കുകയാണ്. ഇസ്രായേൽ തകൃതിയായിട്ടുള്ള അറ്റാക്ക്. അതായത് അവിടെ ഹിസ്ബുള്ളയുടെ ആയുധശേഖരം കണ്ടെത്തി എന്നുള്ള രീതിയിലാണ് ആക്രമണം നടത്തിയത്. പക്ഷെ അവിടെ അവർ വരുന്നു, അത് IDFന്റെ ടീം അവിടെ വരുന്നു, അവിടെ സെർച്ച് നടത്തുന്നു, അവിടെ നിന്ന് കുറേ ആയുധങ്ങൾ കൈപ്പറ്റുന്നു, അവർ പോകുന്നു. ഇതാണ് സംഭവിച്ചത്. ഇത് മാത്രമല്ല, നേരെ ലെബനാൻ്റെ ഉള്ളിൽ 20 അറ്റാക്ക്, 20 സ്പോട്ടുകളിൽ കൃത്യമായിട്ടുള്ള അറ്റാക്ക്. അൽ അറേബ്യ എന്ന് പറഞ്ഞ ഒരു സംഘടന, അതും ഈ ഹിസ്ബുള്ളയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആ സംഘടനയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് ഈ സിറിയയിൽ നിന്നും ലെബനാനിലേക്ക് ഹിസ്ബുള്ളകളെ സഹായിച്ചുകൊണ്ട് ആയുധക്കടത്ത് നടത്തുന്നത് എന്നുള്ള വ്യക്തമായ ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് ലിൻസി ഗ്രഹാം അവിടെ 2 ദിവസത്തിന് മുമ്പ് വന്നിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇടപെടും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പം ലെബനാൻ ആർമിക്ക് എന്തായാലും ഹിസ്ബുള്ളയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. ആ രാജ്യത്തിലുള്ള പലരും ഹിഡൻ ആയിട്ട് തന്നെ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഖർദൽ ഹസൻ എന്ന് പറഞ്ഞ ബാങ്കൊക്കെ ഒരുപാട് ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ലെബനാനിലുള്ള മറ്റുള്ള ജനങ്ങൾക്കൊക്കെ. അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനം പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു ബാങ്കാണ് ഖർദൽ ഹസൻ. പക്ഷെ അതിൻ്റെ മാക്സിമം മണി അതിൻ്റെ ബാക്ക് ഓഫീസിൽ തീവ്രവാദത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ആ ഒരു ക്യാഷ് അവർ ലീഗലായിട്ട് ലെബനാൻ്റെ ഉള്ളിൽ റൊട്ടേഷനിൽ വിട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ഹൂത്തികളുടെ മേളിൽ തകൃതിയായിട്ടുള്ള ആക്രമണം, ഹൂത്തികളുടെ മേളിൽ വീണ്ടും ആക്രമണം നടത്തി. അതായത് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ടാർഗറ്റഡ്. എന്ത് ടാർഗറ്റഡ് ആണ്? ഹൂത്തീസിൻ്റെ ലീഡറുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഹമാരി, ഈ വ്യക്തിയാണ് എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ചീഫ് ഓഫ് സ്റ്റാഫാണ്. അയാൾ ഒരു സ്ഥലത്ത് സ്പീച്ച് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ സ്പോട്ടിൽ തന്നെയാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേൽ കൺഫേം ആയിട്ട് ഇയാളുടെ എലിമിനേഷനെ കുറിച്ച് പറയുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും മാജിക് ഷോ കാണിച്ച് ഇയാൾ രക്ഷപ്പെട്ടു പോയെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇന്നലെ നടത്തിയ ആക്രമണത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇന്നായിരിക്കും കൂടുതലായിട്ട് പുറത്തു വരുന്നത്. പക്ഷേ ഇസ്രായേൽ സ്ട്രോങ് ആയിട്ടുള്ള വാണിംഗാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓടി ഒളിച്ചോളൂ, എവിടെയെങ്കിലും ഒളിത്താവളങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒളിച്ചോളൂ. ഇനി പരസ്യമായിട്ട് വന്ന് നിന്ന് വെല്ലുവിളിക്കേണ്ട, പണി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള സൂചനയാണ് ഈ ആഴ്ചയിൽ തന്നെ നടത്തിയ 2ാമത്തെ ആക്രമണം കൊണ്ട് ഇസ്രായേൽ കൊടുക്കുന്ന മെസ്സേജ്. ഈ അൽ ഹമാരി എന്ന് പറഞ്ഞ ഈ ഒരു ടാർഗറ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനി തുടരെ ഒരുപാട് പേരെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ലിസ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊസാദിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ടഡ് ഇൻ യമൻ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ജപ്പാനിലെത്തിയിട്ടുണ്ട്. ജപ്പാനിൽ നിന്നും അമേരിക്കയിലേക്ക് ട്രേഡ് നെഗോഷിയേറ്റർ, അതായത് ഈ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് പോകാനിരുന്ന ആ ഒരു വ്യക്തി പോക്ക് ക്യാൻസലാക്കിയിരിക്കുകയാണ്. ഈ പോക്ക് ക്യാൻസലാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കുള്ള പോക്ക് ക്യാൻസലാക്കിയിരിക്കുകയാണ്. അവിടെ പോയി ട്രംപിന് മുന്നിൽ നിന്ന് ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടിരുന്ന ആളാണ്. അപ്പോൾ ഈ പോക്ക് മുടങ്ങിയത് അമേരിക്ക എങ്ങനെ കാണുമെന്ന് നമുക്കറിയത്തില്ല. ഇനി എന്ത് കാര്യം പറഞ്ഞ ഒരു എക്സ്ക്യൂസ് ചെയ്തെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇന്ത്യ ജപ്പാൻ ചൈന വിസിറ്റ്, ഇന്ത്യയുടെ ജപ്പാൻ ചൈന വിസിറ്റ്, ഈ വിസിറ്റ് കൊണ്ട് എന്തൊക്കെയോ അണിയറയിൽ പദ്ധതികൾ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഈ ജപ്പാൻ വിസിറ്റും അതേപോലെ ചൈന വിസിറ്റും പൂർത്തിയാവേണ്ടതുണ്ട്. വരുന്ന 2 ദിവസങ്ങളും ഗ്ലോബൽ ഫോക്കസ് ഇൻ ജപ്പാൻ ആൻഡ് ചൈന SCO സബ്മിറ്റ് ഇതൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ചൈന ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങളെ വിളിച്ചു കൂട്ടിയ ഒരു മിലിറ്ററി പരേഡ് നടത്തുന്നുണ്ട് അവർ. അതിൽ ഒരുപാട് രാജ്യങ്ങളുടെ ലീഡേഴ്സ് പങ്കെടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് നോർത്ത് കൊറിയ, റഷ്യയിലെ വ്ളാഡിമിർ പുടിൻ, ഇവരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ മാസ് പരിപാടികളൊക്കെ ഇനി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഏഷ്യൻ സൈഡിൽ. അപ്പോൾ എന്തായാലും അമേരിക്കയുടെ താരിഫിന് മുന്നിൽ നമ്മൾ വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇതുവരെ കമ എന്ന് പറഞ്ഞൊരു അക്ഷരം പ്രതികരിക്കാണ്ട് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഫ്രസ്ട്രേഷൻ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇന്ത്യയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.